ഹായ് ഗൈസ്, കുറേ നാളായി ഇതെങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ട് ഞാൻ ചായ കുടിക്കലാന്ന്. ചായ കുടിക്കുന്നതിൻ്റെ നടുക്ക് നൂൽപുട്ട് രണ്ടെണ്ണം കഴിച്ചു. ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടി എടുത്ത് കഴിക്കാം. നൂൽപുട്ടും ബാജിക്കറിയാണ് ഇന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് രണ്ടെണ്ണം കൂടി ഒന്ന് കഴിച്ചേക്കാം. പിന്നെ ഇത് കഴിക്കുന്നതിലിടക്ക് ഞാനൊരു പാട്ട് പാടാം. ഞാൻ ഇപ്പോൾ വീഡിയോ വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, ഇങ്ങനെ നേർക്ക് നേരെയാണ്. ഞാൻ നേർക്ക് നേരെയാണ് നോക്കുന്നത്, പക്ഷെ വീഡിയോ ഞാൻ നോക്കുന്നത് അങ്ങോട്ടായിട്ടാണ് കാണുന്നത്. എന്താന്ന് എനിക്കറിയില്ല. ഈ കാണ്ടാമാലൊക്കെ എന്തെല്ലാം അറിയാനുണ്ടപ്പാ. ഇത് നമുക്ക് തേച്ചും അറിയാം. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങി ഇങ്ങനെ ആ ഒറ്റ ഒന്നാടെ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നതല്ലാണ്ട് നമുക്ക് എന്തറിയാം. പിന്നെ ഓരോരാളെ അനുകരിക്കുന്നു. ഷോർട്സിന് വലിയ കുഴപ്പം കാണുന്നില്ല. ഷോർട്സ് അനുകരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നാണ് ഇതിങ്ങനെ ഈ സംഭവം, ഈ സ്റ്റാൻഡ് ഇന്നാണ് ഞാനിങ്ങനെ തിരിച്ചിങ്ങനെ വെച്ചത്. നോക്കുമ്പോക്ക് നേരത്തെ എനിക്ക് അതിൻ്റെ ഐഡിയ കിട്ടിയിട്ടില്ല. ഇതുവരെ എനിക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടിയിട്ടില്ല. ഇന്നാണ് ഇതിൻ്റെ ഐഡിയ കിട്ടിയത്. ഐഡിയ കിട്ടി തിരിച്ചു വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഞാൻ വെച്ച സ്ഥലത്തല്ല കാണുന്നത് സംഭവം. ഇതിപ്പോൾ ഞാൻ നോക്കുന്നത് അങ്ങോട്ടായിട്ടാണ് കാണുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും നോക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഫോണിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ഇതിൻ്റെ മഹാമായ എന്താന്ന് എനക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒരു പാട്ട് പാടാം. എന്നോടെന്തിനി പിണക്കം, ഇന്നും എന്തിനാണ് എന്നോടു പരിഭവം, ഒരുപാടു നാളായി കാത്തിരുന്നു എന്നെ ഒരു നോക്കു കാണാൻ വന്നില്ല. പോരെ രണ്ടുപേരി, അതിൻ്റെ അധികമാണ്. ഞാൻ തിന്നട്ടെ. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ ഇങ്ങനെയെല്ലാം പറയാം. മനസ്സിന് വിഷമം വരുമ്പോ, ജീവിതത്തിനല്ല മനസ്സിന് വട്ട് പിടിക്കുമെന്ന് തന്നെ സംശയമാണ്. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ ഞാനുള്ളത്. ആരോട് പറയാനാ? നമ്മളെ വിധി. ഇത്രയും കാലം കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ജീവിച്ച് ഇവിടെ എത്തി. രണ്ട് ആമക്കളല്ലേ, അമ്മക്കളല്ലേ പേടിക്കണ്ട. അമ്മക്കളല്ലേ, എനക്കൊന്നും പേടിക്കണ്ട. എല്ലാ അമ്മമാരും പറയും. ഒരു പെണ്ണില്ലാണ്ട് നിന്ന് നോക്കുമ്പോൾ തിരിയും അതിൻ്റെ വിഷമം. നമുക്ക് ഒരു കുഞ്ഞു മക്കളെ നമുക്കെടുത്തിട്ട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമുക്കൊരു കുഞ്ഞു മക്കളെ എടുക്കണോ, അവരോട് കൊഞ്ചിക്കളിക്കണോ? നമുക്ക് പെണ്ണ് വേണം. ഒരു പെണ്ണ് എന്തായാലും വേണം. നമുക്ക് അന്നത്തെ കാലത്തൊന്നും നമുക്ക് പെണ്ണ് വേണ്ട. ആണല്ലേ, ഏടും ആക്കിയിട്ട് പോയിക്കോളാം എന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷേ നമ്മൾ ചിന്തിച്ചു എന്ന് വിചാരിച്ചിട്ട് പെണ്ണ് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പെണ്ണിനെ കിട്ടൂല. എന്നാലും ഒരു പെണ്ണുണ്ടെങ്കിൽ നമുക്ക് ആ കുഞ്ഞുമക്കളെ എടുത്ത് കൊഞ്ചാനോ കളിക്കാനോ നമ്മളെ മക്കളാവര്. അല്ലാത്തതോ അന്നേരം പറയും വന്ന പെണ്ണിനെയും മറ്റൊരു പെണ്ണിനെയും രണ്ടു തരത്തിൽ കാണുന്നുണ്ടാവും. ഒരു രണ്ടു തരത്തിലും കാണലല്ല. മക്കളെ പോയിട്ട് വളർത്തി ഇത്രയാക്കി അവര് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അവർക്ക് മക്കളായി. കല്യാണം കഴിച്ചാൽ പിന്നെ അവർക്ക് അമ്മ വേണ്ട. ഇതൊന്നും ആരോടും പറയാനില്ല. അതുകൊണ്ട് വെക്കുന്നു.